ഇനി ബംഗ്ലാദേശിൽ നിന്നുള്ള പെൺകുട്ടികളെ ഈ നാട്ടിലേക്ക് ഭാര്യമാരായി കൊണ്ടുവരേണ്ട. പൗരന്മാർക്ക് കർശന നിർദ്ദേശം നൽകി ചൈന. ബംഗ്ലാദേശിൽ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട പരാതികൾ ഉയരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരമൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. ചൈനീസ് പൗരന്മാർ ബംഗ്ലാദേശിൽ നിന്നും വിവാഹം കഴിക്കാൻ പെൺകുട്ടികളെ തപ്പുന്നു എന്ന് ശ്രദ്ധയിൽപ്പെടുകയും ആ സാഹചര്യം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ചൈന എംബസി ഇത്തരമൊരു നിർദ്ദേശം ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. വിവാഹവുമായി ബന്ധപ്പെട്ട് ചൈന നൽകിയ ഉപദേശമാണ് ഇപ്പോൾ ലോകമെങ്ങും ചർച്ച ചെയ്യപ്പെടുന്നതും. ഇതിൽ ഏറ്റവും വലിയൊരു വിരോധാഭാസം എന്തെന്ന് വെച്ചാൽ ബംഗ്ലാദേശ് ആകട്ടെ ചൈനയോട് വലിയ സൗഹൃദം സ്ഥാപിക്കാനും അങ്ങോട്ടേക്കൊരു ചായ്വും ഉണ്ടാകുന്ന സാഹചര്യം നിലനിന്നിരുന്നു. എന്നാൽ അത് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് ബംഗ്ലാദേശിന് ഇടവരുത്തുമെന്ന വിലയിരുത്തലുകളടക്കം റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ചൈനയിൽ നിന്നും അവിടുത്തെ പൗരന്മാർക്ക് വിദേശ വനിതകളെ ഭാര്യമാരായി കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്ന മുന്നറിയിപ്പ് നൽകുന്നതും. ചില ചൈനീസ് പൗരന്മാർ ബംഗ്ലാദേശിൽ നിന്ന് വധുക്കളെ തേടുന്നതിനോ നിയമവിരുദ്ധ വിവാഹങ്ങൾ നടത്തുന്നതിനോ വേണ്ടി ബ്രോക്കർമാരെ ആശ്രയിച്ചിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ചൈനീസ് എംബസി കഴിഞ്ഞ ദിവസം രാത്രി വൈകി ഒരു ഉപദേശം പുറപ്പെടുവിച്ചതും. വിദേശ ഭാര്യമാരെ സ്വീകരിക്കുക എന്ന തെറ്റായ ആശയം പൂർണ്ണമായും ഉപേക്ഷിക്കാൻ ബംഗ്ലാദേശിലെ ചൈനീസ് എംബസി തങ്ങളുടെ പൗരന്മാർക്ക് അവരോട് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഒരു ചെറിയ വീഡിയോ കണ്ട് തെറ്റിദ്ധരിക്കരുത്, വിദേശ വിവാഹത്തിന്റെ പ്രലോഭനത്തിൽ നിയമം ലംഘിക്കരുത് എന്നും പറയുന്നു. എംബസി തങ്ങളുടെ പൗരന്മാർക്ക് വ്യക്തമായ മുന്നറിയിപ്പ് കൂടിയാണ് നൽകിയിരിക്കുന്നതും. ബംഗ്ലാദേശിൽ വിവാഹം കഴിക്കുന്നതിന് മുൻപേ തന്നെ ഗൗരവമായി ചിന്തിക്കണമെന്ന് ബംഗ്ലാദേശിലെ ചൈനീസ് എംബസി തങ്ങളുടെ പൗരന്മാരെ ഉപദേശിച്ചിരിക്കുകയാണ്. അതിർത്തി കടന്നുള്ള വിവാഹം ഏജൻസികളിൽ നിന്ന് വിട്ടുനിൽക്കാനും അതുപോലെ ഓൺലൈൻ പ്രണയ തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കുവാനും പൗരന്മാരോട് നിർദ്ദേശം നൽകുകയാണ്. ഇത്തരമൊരു തട്ടിപ്പിന് ഇരയായാൽ ഉടൻ തന്നെ ചൈനീസ് പോലീസിനെ അറിയിക്കണമെന്നും ഉപദേശത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മനുഷ്യക്കടത്ത് കേസിൽ ബംഗ്ലാദേശ് സർക്കാർ വളരെ കർശനമായ നിലപാടാണ് സ്വീകരിച്ചു പോരുന്നതും. വ്യാജ വിവാഹത്തിലൂടെ തന്നെ മനുഷ്യക്കടത്തിൽ ഏർപ്പെടാതിരിക്കുന്നതിനായി ആരെങ്കിലും അവരെ അത്തരത്തിലൊരു രീതിയിൽ കണ്ടെത്തിയാൽ അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും എന്നതാണ് മറ്റൊരു വസ്തുത. ബംഗ്ലാദേശിൽ മനുഷ്യക്കടത്ത് കുറ്റങ്ങൾക്ക് അത് കുറഞ്ഞത് 7 വർഷം തടവോ അല്ലെങ്കിൽ ജീവപര്യന്ത തടവോ വധശിക്ഷയോ അതിൽ കുറഞ്ഞത് 5 ലക്ഷം ടാക്ക, അതായത് ഏകദേശം 3.5 ലക്ഷം രൂപ പിഴയോ ലഭിക്കാം. കള്ളക്കടത്തിന് പ്രേരിപ്പിക്കുകയോ ആസൂത്രണം ചെയ്യുകയോ സഹായിക്കുകയോ ചെയ്യുന്നവർക്ക് 3 മുതൽ 7 വർഷം വരെയാകും തടവും 20,000 ടക്ക വരെ പിഴയും ലഭിക്കും. ബംഗ്ലാദേശിലെ നീതിന്യായ നടപടികൾ പലപ്പോഴും ദൈർഘ്യമേറിയതാണ് എന്നും എംബസി വ്യക്തമാക്കുന്നുണ്ട്. ഒരാളുടെ അറസ്റ്റ് മുതൽ തന്നെ ശിക്ഷ വിധിക്കുന്നതുവരെ മാസങ്ങളോ വർഷങ്ങളോ എടുത്തേക്കാം. അതേസമയം ബംഗ്ലാദേശിൽ ഇപ്പോൾ സ്ഥിതിഗതികൾ ഒട്ടും മെച്ചമല്ല എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതും. ഒരു വശത്താകട്ടെ ഇടക്കാല സർക്കാരിന്റെ തലവനായ മുഹമ്മദ് യൂനസ് പ്രശ്നങ്ങളാൽ വലയുകയാണ്. എന്നാൽ മറുവശത്താകട്ടെ തൊഴിലില്ലായ്മയും സാമ്പത്തിക പ്രതിസന്ധിയും എല്ലാം തന്നെ അതിന്റെ ഉച്ചസ്ഥായിൽ എത്തി നിൽക്കുകയും ചെയ്യുമാണ്. ഇത്തരമൊരു സമയത്താണ് ചൈന തങ്ങളുടെ പൗരന്മാർക്ക് കല്യാണവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും നൽകിയിരിക്കുന്നത്. അതേസമയം ഇന്ത്യ വിരുദ്ധ വികാരം ആളിക്കത്തിക്കാനാണ് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ തലവൻ മുഹമ്മദ് യൂനസ് പല തരത്തിലും കഥകൾ മെനഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത്. എന്നാൽ അതൊന്നും ഏശുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത. അതുമാത്രമല്ല, ചൈനയുമായുള്ള ചങ്ങാത്തം ബംഗ്ലാദേശിനെ പ്രതികൂലമായി ബാധിക്കുകയും ഇന്ത്യയുമായി അസ്വാരസ്യങ്ങൾ ഉടലെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യ പാക് സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ചൈന പാകിസ്ഥാനെ പിന്തുണച്ചതും വേണ്ടത്ര ആയുധങ്ങൾ കൊടുത്തതുമെല്ലാം തന്നെ ഇന്ത്യയെ വളരെയധികം ചൊടിപ്പിക്കുകയും ചെയ്തിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് ബംഗ്ലാദേശ് ഇപ്പോൾ ചൈനയോട് ചാഞ്ഞു നിൽക്കുന്നതായും സാമ്പത്തികമായി പോലും പ്രതികൂലമായി പ്രതിഫലിക്കുമെന്നതിലും സംശയമുണ്ടാകില്ല. ബംഗ്ലാദേശിൽ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പലായനത്തോടെ തന്നെ കാര്യങ്ങൾ വളരെ വഷളാവുകയും എന്തിനധികം ഹിന്ദുക്കൾക്ക് നേരെ പോലും ആക്രമണം വർദ്ധിക്കുകയും ചെയ്തു. യൂനസിന്റെ ഭരണത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും തന്നെ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഇന്നും ബംഗ്ലാദേശിൽ കലാപത്തിന് തിരികൊളുത്താൻ യൂനസ് പദ്ധതിയിടുന്നു എന്ന റിപ്പോർട്ടുകൾ അടക്കം പുറത്തു വന്നിട്ടുണ്ട്. അടുത്തൊരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ തന്നെ മുഹമ്മദ് യൂനസിനെ ജനങ്ങൾ പിന്തുണയ്ക്കില്ല എന്നും അധികാരം തങ്ങളുടെ കയ്യിൽ നിന്നും പോകുമെന്നും യൂനസിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിനെ തള്ളി നീക്കുകയാണ് ചെയ്തിരിക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് മാത്രമേ രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കാനാകൂ എന്നും അതിനാൽ തന്നെ ഡിസംബറിനോടകം തന്നെ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടത്തണമെന്നും സൈനിക മേധാവി ജനറലായ വാക്കർ ഇസ്മായിൽ മുന്നറിയിപ്പ് നൽകിയതോടുകൂടി തന്നെ വീണ്ടും ബംഗ്ലാദേശിനെ ഒരു കലാപ ഭൂമിയാക്കാൻ വേണ്ടിയാണ് യൂനസ് ഇപ്പോൾ ശ്രമം നടത്തുന്നത്. ഇപ്പോൾ ചൈനയുടെ പിൻബലം ഉള്ളത് കൊണ്ട് തന്നെ തനിക്ക് സർവ്വ അധികാരവും കിട്ടുമെന്ന മനോഭാവം കൂടിയായിരുന്നു യൂനസിന്. എന്നാൽ ഇപ്പോൾ ഇത്തരമൊരു നിലപാട് ചൈന എടുത്തതോടുകൂടി തന്നെ മുഹമ്മദ് യൂനസിന് കനത്ത തിരിച്ചടി തന്നെയാണ് ചൈനയുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.